അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾവിലെ കളർ പേജിൽ ബേസിക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡാവിഞ്ചി റിസോൾവിലെ എഡിറ്റ് പേജിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ 2-3 ക്ലിപ്സ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കളറിങ് ചെയ്യാനായിട്ട് നമുക്ക് കളർ പേജിലേക്ക് പോകാം. കളർ പേജിലേക്ക് പോകാനായിട്ട് സിമ്പിളായിട്ട് ഇവിടെ നമ്മുടെ കളർ പേജിൻ്റെ ഐക്കൺ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ കളർ പേജിലേക്ക് പോകുന്നതാണ്. സോ ഇതാണ് നമ്മുടെ കളർ പേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പാനൽസ് ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പണിസാധനങ്ങളാ രാജാവേ. നമുക്ക് നമ്മുടെ കളർ പേജിൻ്റെ ടോപ്പ് ഏരിയയിലേക്ക് പോവാം. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ ടോപ്പിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാവുന്നതാണ്. ഞാൻ ക്ലിപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലിപ്സിൻ്റെ പാനൽ നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടൈം ലൈനിലുള്ള എല്ലാ ക്ലിപ്സും നമുക്കിവിടെ കാണാവുന്നതാണ്. ഓരോ ക്ലിപ്സും നമുക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ടൈം ലൈനിലുള്ള എല്ലാ ക്ലിപ്സും നമുക്കിവിടെ താഴെ കാണാവുന്നതാണ്. ഈ ഓരോ ക്ലിപ്സും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നോട്ട്സ് എന്ന് പറയുന്നൊരു പാനൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ നമ്മൾ നോട്ട് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യുന്നത്. നോട്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്കോപ്സ് എന്ന് പറയുന്നൊരു പാനൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കോപ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിവിടെ വേവ് ഫോം എന്ന് പറയുന്ന ഒരു സ്കോപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്കോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ലെവലിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ ഈ ഒരു സ്കോപ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഈ ബോട്ടം ഏരിയയിലേക്ക് കാണുന്നില്ലേ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിലെ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയസിനെയാണ് ഈ ഒരു ബോട്ടം ഏരിയ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ടോപ്പിലുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിലെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഏരിയസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്കോപ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഇമേജിൻ്റെ എക്സ്പോഷർ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പ്രൈമറി കളർ വീൽസ് എന്ന് പറയുന്ന കുറച്ച് ടൂൾസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കളർ ഗ്രേഡിങ്ങിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസാണ് നമ്മുടെ ഈ ഒരു കളർ വീൽസ് എന്ന് പറയുന്നത്. കളർ വീൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലിഫ്റ്റ്, ഗാമ, ഗെയിൻ, ഓഫ്സെറ്റ് എന്ന് കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിലെ ഷാഡോ ഏരിയയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ലിഫ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇമേജിലെ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എഫക്റ്റ് ആവുന്നത് കണ്ടില്ലേ. വേവ് ഫോം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ ഒരു ലിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോപ്സിലെ ബോട്ടം ഏരിയയാണ് അഡ്ജസ്റ്റ് ആവുന്നത്, കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഗാമ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമേജിലെ മിഡ് ടോൺസിനെയാണ്. സോ മിഡ് ടോൺസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗാമ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിനെ ടോട്ടലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വേവ് ഫോം കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോ ഓപ്ഷൻസിൻ്റെയും റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു സർക്കുലർ ആരോ ഐക്കൺ കാണാവുന്നതാണ്. ഈ സർക്കുലർ ആരോ ഐക്കൺ എന്ന് പറയുന്നത് റീസെറ്റ് ബട്ടനാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഓപ്ഷൻസും നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടോട്ടലായിട്ട് നമ്മൾ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ് റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റീസെറ്റ് ആളെന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു നോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരുപാട് നോട്ട്സ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നോട്ട്സ് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു നോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് നോഡ്, ആഡ് സീരിയൽ നോഡിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt S ആണ്. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയൊരു നോഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യത്തെ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ലിഫ്റ്റിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗെയിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗാമയുടെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ രണ്ടാമത്തെ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ സാച്ചുറേഷൻ കൂട്ടിയിട്ട് കൊടുക്കുന്നു. നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ നോഡ് ബൈ നോഡായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മുടെ ഇമേജിനെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു നോഡ് ബൈ നോഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ നോഡിലാണ് നമ്മുടെ സാച്ചുറേഷൻ കൂട്ടിയിട്ടത്. സോ സാച്ചുറേഷൻ കൂട്ടിയപ്പോൾ എന്ത് ഡിഫറൻസ് ആണ് നമ്മുടെ ഇമേജിൽ വന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ആ രണ്ടാമത്തെ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, Alt D പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു നോഡ് നമ്മുടെ ഇമേജിൽ കൊണ്ടുവന്ന മാറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ, കണ്ടില്ലേ. അതിനുശേഷം ഞാൻ ആ ഒരു നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും Alt D പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു നോഡ് നമ്മുടെ ഇമേജിൽ കൊണ്ടുവന്ന മാറ്റം
നമുക്ക് കാണാവുന്നതാണ്. നോഡ് ബൈ നോഡായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ വർക്ക് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നോട്ട്സിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നോട്ട്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഇമേജിനെ അഫക്റ്റ് ചെയ്യുന്നതല്ല. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ നോട്ട്സ് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു നോഡ് സിമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഈ ഒരു നോഡ് റീസെറ്റ് ചെയ്യുന്നു. ഓക്കെ. അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൈമറി കളർ വീൽസിലേക്ക് തിരിച്ചു വരാം. ഇവിടെ പ്രൈമറി കളർ വീൽസിൽ നമുക്കിവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്ലൈഡർ നമ്മുടെ ഇമേജിലെ കൂളിനെയും വാമിനെയും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ സ്ലൈഡർ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഈ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് വാമായിട്ട് മാറുന്നതായിരിക്കും. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് കൂളറായിട്ട് മാറുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ ടിൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ലൈഡറും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ടിൻറ്റ് എന്ന് പറയുന്ന സ്ലൈഡർ നമ്മുടെ ഇമേജിലെ ഗ്രീനെയും മജന്തയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടിൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ലൈഡർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇമേജ് സിമ്പിളായിട്ട് നമുക്ക് വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ബാലൻസിൻ്റെ ഒരു ടൂൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് നമ്മുടെ ഇമേജിലുള്ള ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നതിലൂടെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു ഇമേജ് വൈറ്റ് ബാലൻസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കർവ്സിൻ്റെ ഒരു വിൻഡോയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് കർവ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് ഹ്യൂ എന്ന് പറയുന്ന ഈ ഒരു കർവിൻ്റെ യൂസ് ഞാൻ കാണിച്ചു തരാം. സോ ഹ്യൂ വേഴ്സസ് ഹ്യൂ എന്ന് പറയുന്ന ഈ ഒരു കർവ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജിലുള്ള ഒരു സ്പെസിഫിക് കളറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു കർവ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എനിക്ക് ഈ ഒരു ഇമേജിലെ ബ്ലൂ കളറിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്ന് വയ്ക്കുക. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് കൊണ്ടുപോകുമ്പോഴത്തേക്കും കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ബ്ലൂ കളർ മാത്രം ചേഞ്ച് ആവുന്നതായിരിക്കും. കണ്ടില്ലേ, ആ ഒരു ബ്ലൂ കളർ ചേഞ്ച് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇമേജിലുള്ള ഓരോ കളറും സ്പെസിഫിക് കളേഴ്സിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഹ്യൂ വേഴ്സസ് ഹ്യൂ എന്ന് പറയുന്ന ഈ ഒരു കർവ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റം കർവും യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർവ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. അടുത്തായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ നോട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് സിമ്പിളായിട്ട് ഞാനൊരു സീരിയൽ നോഡ് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ കളർ ഗ്രേഡിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് എഫക്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിലുള്ള ഈ ഒരു ഗോഷ്യൻ ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു ബ്ലറിൻ്റെ ഈ ഒരു എഫക്റ്റ് ഞാൻ ഈ ഒരു രണ്ടാമത്തെ നോഡിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തപ്പോൾ എന്തായി, നമ്മുടെ ഇമേജ് ഫുള്ളായിട്ട് ബ്ലറായിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബ്ലറിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട് എഫക്റ്റ് സെറ്റിങ്സ് ഉണ്ട്. സോ ഇത് യൂസ് ചെയ്ത് നമ്മുടെ ആ ബ്ലറിൻ്റെ വാല്യൂ കൂട്ടാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. അതാണ് നമ്മുടെ പവർ വിൻഡോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പവർ വിൻഡോ എന്ന് പറയുന്നത്. ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ എഫക്ട്സ്, കളർ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാം നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഈ ഒരു പവർ വിൻഡോ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഇമേജ് കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ ബ്ലർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ ഒരു ഗേൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ മാത്രം എനിക്കൊരു എലിപ്സിൻ്റെ രൂപത്തിൽ ആ ഒരു ഏരിയയ്ക്കുള്ളിൽ മാത്രം നമ്മുടെ ഈ ഒരു ബ്ലർ എഫക്റ്റ് നമുക്ക് ലിമിറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പവർ വിൻഡോയിലുള്ള ഈ ഒരു എലിപ്സ് എന്ന് പറയുന്ന ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഗേൾ നിൽക്കുന്ന ആ ഒരു ഏരിയ മാത്രം നമുക്ക് ബ്ലർ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഇൻവെർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കണ്ടില്ലേ, ഈ ഒരു മാസ്കിന് പുറത്തുള്ള ഏരിയസിൽ നമുക്ക് ഈ ഒരു ബ്ലർ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ പവർ വിൻഡോ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ കളർ ഗ്രേഡിങ് വളരെയധികം പ്രൊഫഷണലായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കളർ പേജിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പാനൽസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്തടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.